ഹലോ എവരിവൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോഫി മൂസ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1 kg കേക്ക് അത് ഉണ്ടാക്കുന്ന ഞാൻ ഫുൾ റെസിപ്പി വീഡിയോ കേട്ടോ. ഫുള്ളായിട്ട് കണ്ടും സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഏറ്റവും നമുക്കാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം മതി കേട്ടോ. എന്നിട്ട് നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ അത് കോഫി പൗഡർ ഇട്ട് മിക്സാക്കി ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ 340 ഗ്രാം ഞാനാണെങ്കിൽ പ്രീമിക്സ് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം 340 ഗ്രാം നമുക്ക് പ്രീമിക്സ് എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കാണെങ്കിൽ കോഫി സിറപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചില്ലായിരുന്നോ, അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള നമുക്കാണെങ്കിൽ വെള്ളം ഒഴിച്ച് മീഡിയം തിക്ക് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഈ 2 കപ്പ് കേക്കും ഞാൻ ഇതിനകത്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതേ കപ്പ് കേക്കും ഇതിനകത്ത് ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്ക് കേക്ക് ടിന്നകത്ത് ഓയിലും കൂടി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ടോൾ കേക്ക് അയച്ച് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 1 kg കേക്ക് അത് അപ്പോൾ നമ്മൾ ഇത് പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ നമുക്ക് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രി ഞാൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 180 ഡിഗ്രി നമുക്ക് 40 to 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് കപ്പ് കേക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കതെടുത്ത് മാറ്റി വയ്ക്കണം. നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കാം. ഞാൻ ക്രീം കോട്ട് ചെയ്യാനുള്ള ക്രീമാണ് എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ആണെങ്കിൽ കോഫി പൗഡർ ഞാനാണെങ്കിൽ ചെറിയ ചൂട് വെള്ളത്തിൽ ഞാനാണെങ്കിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളം തണുത്തതിന് ശേഷം നമുക്ക് 1 കപ്പ് നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അത് നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് സ്പഞ്ച് നമ്മുടെ റെഡിയായി തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് 3 ലെയേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ക്രം കോട്ട് ചെയ്ത് വയ്ക്കുന്നേ ഉള്ളൂ. നാളത്തേക്ക് എനിക്ക് ഡെലിവറി ചെയ്താൽ മതി. അപ്പോൾ നാളെ ഞാൻ ഫൈനൽ കോട്ട് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ 3 ലെയേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ലെയർ വരെ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതേ ഏറ്റവും അടി നമുക്ക് ബോർഡിൽ നമുക്ക് ക്രീം പെരട്ടി കൊടുക്കാം. അതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് നമുക്ക് സോക്ക് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഞാനാണെങ്കിൽ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തേ കേട്ടോ. പിന്നെ നമ്മൾ ക്രീം റെഡിയാക്കി വെച്ചില്ലേ, അതും പൈപ്പിലേക്ക് നിറച്ച് കൊടുക്കാം. എന്നിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാലറ്റ് നൈഫും നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേളിൽ ഞാനാണെങ്കിൽ കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണക്ക് വേണം എല്ലാ ലെയേഴ്സും സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. നല്ല അടിപൊളി കേക്കാകട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തോണ്ട് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി ഏത് നല്ലൊരു അടിപൊളി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കോഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല റിച്ച് ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നു. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ അപ്പോൾ അതേ സെക്കൻഡ് ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കാം. ക്രീമും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാലറ്റ് നൈഫ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് വേണം അതിൻ്റെ മേളിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ എന്താ പറ്റിയ എല്ലാവരും ഫുള്ളായിട്ട് റെസിപ്പീസ് ഒന്നും കാണുന്നൊന്നും ഇല്ലല്ലോ കേട്ടോ. എന്തെങ്കിലും റെസിപ്പീസ് കാണാൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കും ഞാൻ റെസിപ്പീസായിട്ട് എല്ലാം കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതേ നമുക്ക് 3rd ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കാണെങ്കിൽ എപ്പോഴും ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ സൈഡിലൊക്കെ. അപ്പോൾ നമുക്ക് ക്രം കോട്ടൊന്നും ആവും. നമുക്കത് അറിയാൻ പറ്റും കേക്ക് നല്ല ലെവലിലാണ് നമുക്ക് പോകുന്നതെന്നും. അപ്പോൾ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ നന്നായിട്ടൊന്ന് ലെവലിയാക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. എന്നിട്ട് അത് ക്രം കോട്ട് ചെയ്ത് നമുക്ക് ഓവർനൈറ്റ് വേണ്ടി ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വയ്ക്കുക. അഥവാ നിങ്ങളുടെ സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റത്തേക്ക് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കാണെങ്കിൽ ഫൈനൽ കോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് 4 ലൈൻ ഡിസൈനാണ് ചെയ്യേണ്ടത് കേട്ടോ. 3 കളർ വരുന്നത് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. 3 ലൈറ്റും ഡാർക്കും പിന്നെ ഇച്ചിരി ഡാർക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കളർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അതും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ബ്രൗൺ കളർ മേടിക്കണം തന്നെ നിർബന്ധമൊന്നുമില്ല. ഇല്ലാത്തവർക്കാണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ബ്രൗണിൽ കളറും കൊണ്ട് തന്നെ നമ്മളിന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതേ ക്രം കോട്ട് കഴിഞ്ഞ് ഓവനായിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ ഇത് ഐസിങ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇപ്പോൾ ചൂട് സമയമൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ തന്നെ ആണെങ്കിൽ കുറേ നേരം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കുവാണെങ്കിൽ ക്രാക്സ് വീഴാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഡെലിവറി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 4-5 മണിക്കൂർ മുന്നേ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയില്ല അതൊക്കെ കോഫി സിറപ്പ് വെച്ചിട്ട് ക്രീം അതുപോലെ തന്നെ റെഡിയാക്കി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ മേളിൽ ലൈറ്റ് കളറാണ് വരുന്നത്. പിന്നെ താഴെയാണ് ഡാർക്ക് കളർ ചെയ്യാനായിട്ട് യെല്ലോ കളറും റെഡ് കളറും ബ്ലൂ കളറും എല്ലാം ഓരോ ഡ്രോപ്പ് ഇത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗണിഷ് കളർ കിട്ടും നമുക്ക്. പിന്നെ ഡാർക്ക് കളർ ചെയ്യാനായിട്ട് അതിൻ്റെ ഓരോ ഡ്രോപ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്കാണെങ്കിൽ ഡാർക്ക് ബ്രൗണിഷ് കളർ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ അതേ 2nd ലൈൻ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 4th ലൈനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ക്രീം കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാലറ്റ് നൈഫ് പതുക്കെ മേളിൽ ടച്ച് ചെയ്യാത്ത രീതി വേണേ ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ചെയ്ത് എന്തെങ്കിലും കാർഡും കൊണ്ടോ എന്തെങ്കിലും പതുക്കെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് റെഡിയാവും. പിന്നെ നമ്മുടെ കപ്പ് കേക്കും അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുന്നത്. ഇത് കസ്റ്റമൈസ് ചെയ്യിച്ച കേക്കാണ് കേട്ടോ. എങ്ങനെയായിരുന്നു കസ്റ്റമറിന് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അവർ പറഞ്ഞു തന്ന കൂട്ട് തന്നെ സെയിം നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇതിൻ്റെ മേളിൽ നമുക്കാണെങ്കിൽ വൈറ്റ് പേൾസ് കിട്ടത്തില്ല, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഷോർട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കിറ്റ്കാറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫെറോ റോഷർ വെച്ച് കൊടുക്കും. പിന്നെ ആണെങ്കിൽ കപ്പ് കേക്ക് 2 നമ്മൾ റെഡിയാക്കി വെച്ചില്ലായിരുന്നു, അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതിന് മുന്നേ മേളിൽ ഇതുപോലെ ഒരു ഫോർട്ട് ലൈൻ ഡിസൈൻ ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ പെലറ്റ് നൈഫ് ഡിസൈൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ എല്ലാ ഡെക്കറേഷൻ പാർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് അത് കാണിക്കാതെ പോയാൽ ഞാൻ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അടുത്തപോലെ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.